ഹായ് ഫ്രണ്ട്സ്, മോംസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീട്രൂട്ട് കൊണ്ട് നല്ലൊരു കിച്ചടി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും, ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകരുതേ. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. വാ. ഇപ്പോൾ സദ്യയ്ക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു റെസിപ്പി തന്നെയാണ് ഈ ബീട്രൂട്ട് കിച്ചടി. അപ്പോൾ കാണാനും അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കാണാനെന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണ് എത്ര കണ്ടാലും മതി വരത്തില്ല. ആ കളറും അല്ലേ, ആ ഒരു മണവും എനിക്കറിയത്തില്ല അത് പറഞ്ഞറിയിക്കാൻ. അപ്പോൾ അത്ര കിടിലൻ ടേസ്റ്റിലുള്ള ഒരു കിച്ചടി നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമുക്കൊരു ബീട്രൂട്ട് ആവശ്യമായിട്ടുണ്ട്. പക്ഷേ ആ ബീട്രൂട്ട് നല്ല ഫ്രഷായിട്ടുള്ളത് വേണം എടുക്കാൻ, വാടിയതൊന്നും എടുക്കാൻ പാടില്ല. അപ്പോൾ അത് നമുക്ക് ആദ്യം അതിൻ്റെ തോലെല്ലാം ഒന്ന് നീക്കി കളഞ്ഞതിന് ശേഷം നമുക്ക് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സ്നേഹം കൂടുതലായിട്ട് എനിക്ക് തരാനായിട്ട് ഒരു ഹൈപ്പും കൂടെ ചെയ്തേക്കണം കേട്ടോ. നിങ്ങൾ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടല്ലോ. അപ്പോൾ എൻ്റെ കൂട്ടുകാർ മടിക്കാതൊരു ഹൈപ്പും കൂടെ തരിക. പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഈ ബീട്രൂട്ട് ഏകദേശം വെന്ത് വരുന്നുണ്ട്. ഇത് നമുക്കിനി വാങ്ങി മാറ്റി വയ്ക്കാം. അപ്പോൾ ഒരുപാട് വെന്ത് അളിഞ്ഞു പോരും, നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള വേവ് മാത്രം മതി. അപ്പോൾ ഈ വെള്ളം വെറുതെ കളയണമെന്നൊന്നും നിങ്ങൾ വിഷമിക്കേണ്ടത്. നമുക്ക് നാരങ്ങ വെള്ളം പിഴിഞ്ഞ് അതിൽ ഈ ജ്യൂസ് കൂടെ ഒഴിച്ച് കുടിക്കാം. അതുപോലെ തന്നെ നമുക്ക് തലയിൽ തേക്കാനായിട്ട് നമ്മൾ എണ്ണയൊക്കെ തയ്യാറാക്കത്തില്ലേ, അതിനൊക്കെ നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ ഈ വെള്ളം നമ്മൾ വേസ്റ്റാക്കി കളയുന്നില്ല കേട്ടോ. അതല്ലെങ്കിൽ രസം വയ്ക്കുക, ഇങ്ങനെ പലതിനും നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഇനി അത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് നമുക്കൊരു അരപ്പും കൂടെ തയ്യാറാക്കാം. അതിനായിട്ട് നല്ല പച്ചത്തേങ്ങ തന്നെ എടുക്കുക, ഉണങ്ങിയ തേങ്ങ ഒന്നും എടുക്കരുത് കേട്ടോ. അപ്പോൾ അത് ഞാനിവിടെ ആവശ്യത്തിനുള്ള തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 2 പച്ചമുളകും കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. വെള്ളം ഒരുപാട് ചേർക്കരുത് കേട്ടോ. അപ്പോൾ ഇത് അടിച്ചെടുത്ത് വെച്ചതിന് ശേഷം ഞാൻ ആ ബീട്രൂട്ട് നല്ലപോലെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ഗ്രേറ്റ് എടുത്തതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാവുന്നതാണ്. അപ്പോൾ ഇത് നോക്കി വേണം, അഥവാ വലിയ പീസ് വല്ല വീഴുന്നതാണെങ്കിൽ ഒന്നുകൂടെ നമുക്ക് എടുത്ത് വെച്ച് ഒന്ന് ഉരച്ചാൽ മതിയാവും. കൈയൊക്കെ സൂക്ഷിച്ച് ചെയ്യുക. കളർ കാണുമ്പോൾ തന്നെ അങ്ങ് കഴിക്കാൻ തോന്നും, അത്രയ്ക്ക് നല്ല രസമാണ് കാണാൻ. അത് തൈരൊക്കെ ഒഴിച്ച് കഴിയുമ്പോൾ വേറൊരു വെറൈറ്റി കളറാണ് കേട്ടോ. ഇതുപോലെ ഒരുപാട് വെന്തളിഞ്ഞു പോരുത് കേട്ടോ. ഒത്തിരി വെന്തുടഞ്ഞു പോയാൽ കൊള്ളത്തില്ല. അപ്പോൾ ഈ പരുവത്തിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ. ഒരു വെറൈറ്റി ടേസ്റ്റിൽ നമുക്ക് ഈ കിച്ചടി തയ്യാറാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ തേങ്ങയും പച്ചമുളകും മാത്രമേ ചേർത്തിട്ടുള്ളൂ, വേറെ ഒന്നും അരപ്പിൽ ചേർത്തിട്ടില്ല. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ അരപ്പിൽ വെള്ളം ഒരുപാട് ചേർക്കരുത്, ഒത്തിരി ലൂസായി പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. തേങ്ങയൊക്കെ ചേർത്ത് കഴിയുമ്പോൾ കണ്ട കളർ മാറി വരുന്നത് എന്ത് രസമാണ് കാണാനല്ലേ. ഇതൊക്കെ കണ്ടാൽ തന്നെ കഴിക്കാത്തവരൊന്ന് കഴിച്ചു പോകും. എന്ത് രസമാണ് നോക്കിയാൽ കളർ അങ്ങ് ചേഞ്ചായി വരുന്നത് കാണാൻ. ഇത് ഉണ്ടാക്കുമ്പോൾ ഒക്കെ മനസ്സിനുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഈ കളറും ഒക്കെ ആയിട്ട് എല്ലാം കൂടെ ഇലയിൽ നിരത്തി വെക്കുമ്പോഴോ ഒന്നും പറയാനില്ല. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഓണം നിങ്ങൾ ഇത് തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. എന്നെ സ്നേഹിക്കുന്ന കൂട്ടുകാരെല്ലാം ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. കണ്ടിട്ട് അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറയാൻ മറക്കരുതേ. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല കട്ട തൈര് വേണം എടുക്കാൻ. ലൂസായിട്ടുള്ള തൈര് എടുക്കുക. നല്ല കട്ട തൈര് നമുക്കിതിലേക്ക് ഉടച്ച് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒട്ടും തന്നെ കട്ടയില്ലാതെ ഉടച്ച് ചേർത്ത് കൊടുക്കാം. ഉടച്ചെടുത്തിട്ടും കണ്ട ഇങ്ങനെ തിക്കായിട്ടായിരിക്കുന്ന തൈര്, ഇങ്ങനത്തെ തൈര് വേണം നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഈ സമയം ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം എടുത്ത കല്ലുപ്പായിപ്പോയി കേട്ടോ, സോറി, അതുകൊണ്ടാണ് തിരിച്ചിട്ടത്. ഞാൻ കല്ലുപ്പ് 2 ഉപ്പും വെച്ചിട്ടുണ്ടായിരുന്നു, എടുത്ത് മാറിപ്പോയി. ഇതിനൊക്കെ കല്ലുപ്പിട്ട് കലക്കുവാണെങ്കിൽ പെട്ടെന്ന് അലിഞ്ഞ് കിട്ടത്തില്ല, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പൊടിയുപ്പ് എടുത്തത്. അപ്പോൾ കുറച്ചുകൂടെ തൈരിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതും കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. എന്താ രസമല്ലേ കാണാൻ തന്നെ. ബീട്രൂട്ട് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വാടിയതൊന്നും എടുക്കരുത് കേട്ടോ. നല്ല ഫ്രഷായിട്ടുള്ള ബീട്രൂട്ട് തന്നെ മേടിക്കാൻ നോക്കുക, നോക്കിയെടുക്കുക.
ഇപ്പോൾ ഉപ്പെല്ലാം മതിയായിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ടിയിട്ട് ഇത് മാറ്റി വയ്ക്കാം, ഒരു താളിപ്പും കൂടെ തയ്യാറാക്കാം. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വരട്ടെ. അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം 2-3 വറ്റൽമുളകും ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ താളിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് കിച്ചടിയിലേക്ക് നമുക്ക് ഈ താളിപ്പ് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ താളിക്കുക കേട്ടോ, അതാണ് അതിൻ്റെ നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അതില്ല മറ്റെണ്ണ അത്ര ഇതായിട്ട് വരത്തില്ല, അതുകൊണ്ട് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുക. ഒരല്പം മതിയല്ലോ നമുക്ക്. അപ്പോൾ ഇതൊഴിച്ച് കൊടുത്തിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇത് കുറച്ച് നേരം ഒന്ന് അടച്ച് വയ്ക്കുക. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും അതൊന്ന് തുറന്ന് നമുക്ക് ഇളക്കി യോജിപ്പിക്കാവുന്നതാണ്. അതാ അയ്യോ എന്തോ മണവാന്നറിയാം, എന്തോ മണം മാത്രമല്ല കാണുമ്പോൾ കണ്ടില്ല, ഇത് മാത്രം ഇട്ട് ചോറയിൽ ഇങ്ങനെ കുഴച്ച് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ആ ചോറിൻ്റെ കളറെല്ലാം ഒന്ന് മാറിയിട്ട് ഒന്നും പറയാനില്ല. അപ്പോൾ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കാം. നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള വ്യത്യസ്തമായ ഒരു ബീറ്റ്റൂട്ട് കിച്ചടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്.